പദ്ധതിക്കായുള്ള 70 കോടി രൂപയും ഉൾപ്പെടും. ബുദ്ധിപരമായ വെല്ലുവിളികൾ നേരിടുന്ന കുട്ടികൾക്ക് പരിചരണം നൽകുന്ന സ്ഥാപനങ്ങൾക്ക് സാമ്പത്തിക സഹായം പദ്ധതിയുടെ പ്രവർത്തനങ്ങൾക്കായി 62 കോടി രൂപ വകയിരുത്തുന്നു. ഹയർ സെക്കൻഡറി തലത്തിൽ സ്കൂൾ തലത്തിലും ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം പ്രോത്സാഹിപ്പിക്കുന്നതിന് ലക്ഷ്യം വെച്ചുകൊണ്ട് BPL വിഭാഗത്തിൽപ്പെട്ട കുട്ടികൾക്ക് സ്കോളർഷിപ്പ് വിതരണം ചെയ്യുന്നതിനുള്ള പദ്ധതിക്കായി 7.9 കോടി രൂപയും സർക്കാർ കെട്ടിടങ്ങളിലെ ബഹുനില കെട്ടിടങ്ങൾക്ക് 7.4 കോടി രൂപയും CH മുഹമ്മദ് കോയ മെമ്മോറിയൽ സ്റ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ മെന്റലി ചലഞ്ചിന് 10.1 കോടി രൂപയും മറ്റും. സർ, സമഗ്ര ശിക്ഷയുടെ സംസ്ഥാന വിഹിതമായ 55 കോടി, സമഗ്ര ശിക്ഷ പ്രൊജക്ട് മുഖേന നടപ്പിലാക്കുന്ന വിവിധ പ്രവർത്തനങ്ങൾക്കായി 23 കോടി രൂപയും മാറ്റിവെക്കുന്നു. പട്ടികവർഗ വിഭാഗത്തിലും മറ്റ് പിന്നോക്ക വിഭാഗത്തിലുള്ള കുട്ടികളുടെ പഠന തുടർച്ച, വിദ്യാഭ്യാസം ഗുണമേന്മ ഉറപ്പാക്കൽ തുടങ്ങി ഈ വിദ്യാർത്ഥികൾ നേരിടുന്ന വിവിധ വെല്ലുവിളികൾ പരിഹരിക്കുന്നതിന് 14.5 കോടി രൂപ മാറ്റിവെക്കുന്നു. സാർ, കഴിഞ്ഞ ഒരു ദശാബ്ദകാലമായി കേരളത്തിൽ 8 മുതൽ 12 വരെയുള്ള ക്ലാസ്സുകളിലായി 45,000 ക്ലാസ് മുറികളെ സാങ്കേതിക സൗഹൃദമുള്ളതായി മാറ്റിയിട്ടുണ്ട്. പ്രാഥമിക സ്കൂളുകളിൽ കമ്പ്യൂട്ടർ ലാബുകളും സ്ഥാപിച്ചിട്ടുണ്ട്. രാജ്യത്ത് ആദ്യമായി സംസ്ഥാന സ്കൂൾ പദ്ധതിയിൽ കൃത്രിമ ബുദ്ധി ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉൾപ്പെടുത്തുകയും കഴിഞ്ഞ വർഷം വിന്യസിച്ച 9,000 കിറ്റുകൾക്ക് പുറമെ 20,000-ൽ അധികം റോബോട്ടിക് കിറ്റുകൾ സ്കൂളുകളിലേക്ക് വിതരണം ചെയ്യുകയും ചെയ്തു. IT അധിഷ്ഠിത പ്രവർത്തനങ്ങൾ തുടർന്ന് ശക്തിപ്പെടുത്തുന്നതിനായി കൈറ്റിന് 38.5 കോടി രൂപ വകയിരുത്തുന്നു. മിഡ് ഡേ മീൽ പദ്ധതികൾക്ക് കേന്ദ്രം നൽകുന്ന വിഹിതം മതിയാകാത്ത സാഹചര്യത്തിൽ സംസ്ഥാന വിഹിതമായ 150 കോടി രൂപയ്ക്ക് പുറമെ 260.66 കോടി രൂപ കൂടി മാറ്റിവെച്ചിട്ടുണ്ട്. ആകെ 410.66 കോടി രൂപ മിഡ് ഡേ മീൽ പദ്ധതിക്കും അനുബന്ധ പോഷകാഹാരത്തിനുമായി പ്രത്യേകിച്ച് SC/ST വിദ്യാർത്ഥികളുടെ ആവശ്യങ്ങൾ മുൻനിർത്തി വകയിരുത്തുന്നു. സർ, ഡിജിറ്റൽ പാഠപുസ്തകങ്ങൾ തയ്യാറാക്കുന്നതിനുള്ള നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. സ്പോർട്സ് സ്കൂളുകൾക്കായി പ്രത്യേക പാഠ്യപദ്ധതി രൂപീകരിക്കുന്ന പ്രക്രിയ SCRT ആരംഭിച്ചിട്ടുണ്ട്. SCRTയുടെ പ്രവർത്തനങ്ങൾക്കായി 21.25 കോടി രൂപ വകയിരുത്തുന്നു. സാർ, ഉന്നത വിദ്യാഭ്യാസം. സാർ, കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ നയപരമായ വലിയ മാറ്റങ്ങളും സ്ഥാപനങ്ങളുടെ വിപുലീകരണവും നടപ്പിലായി വന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് 2016-17 കാലയളവിന് ശേഷം ഉന്നത വിദ്യാഭ്യാസ മേഖലയ്ക്ക് പ്രത്യേക ശ്രദ്ധയും വർദ്ധിച്ച പദ്ധതി വിഹിതം നൽകി വരുന്നുണ്ട്. അതിന്റെ ഗുണഫലങ്ങൾ നമ്മുടെ സർവകലാശാലയുടെ ദേശീയ റാങ്കിലെയും അക്രഡിറ്റേഷനിലെയും മുന്നേറ്റത്തിൽ നിന്ന് വ്യക്തമാണ്. സർവകലാശാല ഭരണത്തെ കലുഷിതമാക്കാനുള്ള ശ്രമങ്ങൾക്കിടയിലും ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ സംരക്ഷിക്കാൻ നമുക്ക് കഴിയുന്നുണ്ട്. ഉന്നത വിദ്യാഭ്യാസ കമ്മീഷൻ ശുപാർശകൾ നടപ്പിലാക്കുന്നതിനും 4 വർഷ ബിരുദ കോഴ്സുകൾ പ്രാവർത്തികമാക്കുന്നതിനും 851.46 കോടി രൂപ നീക്കിവെക്കുന്നു. ഇത് മുൻവർഷത്തേക്കാൾ 8.67% അധികമാണ്. സാർ, ദേശീയ തലത്തിലുള്ള NIRF റാങ്കിങ്ങിൽ കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ മികച്ച പ്രകടനം തുടരുന്നു. രാജ്യത്തെ മികച്ച 100 കോളേജുകളിൽ 18 എണ്ണം കേരളത്തിൽ നിന്നുള്ളവയാണ്. സർവകലാശാല വിഭാഗത്തിൽ കേരള, മഹാത്മാഗാന്ധി, കുസാറ്റ് എന്നീ സർവകലാശാലകൾ ആദ്യ 50 സ്ഥാനങ്ങളിൽ ഇടം പിടിച്ചു. കേരള സർവകലാശാല NAC A++ ഗ്രേഡ് കരസ്ഥമാക്കി. സംസ്ഥാനത്ത് ഏറ്റവും ഉയർന്ന പോയിന്റ് നേടിയ സർവകലാശാലയായി. NIRF 2025 സംസ്ഥാന പൊതു സർവകലാശാലയിൽ 5ാം സ്ഥാനവും സർവകലാശാല യോഗത്തിൽ 21ാം സ്ഥാനവും നേടി. സാർ, ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന് കീഴിലുള്ള സർവകലാശാലകളുടെ പ്രവർത്തനങ്ങൾക്കായിട്ട് 259.09 കോടി രൂപ വകയിരുത്തുന്നു. സാർ, ലൈബ്രറിയന്മാരുടെ പ്രതിമാസ അലവൻസ് കുറെ കാലമായി പരിഷ്കരിച്ചിട്ടില്ല. അതുകൊണ്ട് ലൈബ്രറി കൗൺസിലുമായി ബന്ധപ്പെട്ട ലൈബ്രറിയന്മാരുടെ പ്രതിമാസ അലവൻസിൽ 1000 രൂപയുടെ വർധനവ് വരുത്തുന്നു. സാർ, പത്രപ്രവർത്തകരുടെ പെൻഷൻ നേരത്തെ വർദ്ധിപ്പിച്ചതിന് ശേഷം ഇപ്പോൾ വീണ്ടും 1,500 രൂപ വെച്ച് വർദ്ധിപ്പിക്കാൻ തീരുമാനിക്കുന്നു. അതോടുകൂടി 13,000 രൂപ ആ പെൻഷനായി വർദ്ധിക്കും പത്രപ്രവർത്തക പെൻഷൻ. പൊതു ഹോസ്റ്റൽ സൗകര്യങ്ങളും സ്കോളർഷിപ്പുകളും. സാർ, താമസ സൗകര്യമില്ലാത്തതിനാൽ ഒരു വിദ്യാർത്ഥിക്ക് ഉന്നത വിദ്യാഭ്യാസം നിഷേധിക്കപ്പെടരുത് എന്ന ലക്ഷ്യത്തോടുകൂടി പൊതു ഹോസ്റ്റൽ പദ്ധതി ആരംഭിക്കും. ആദ്യഘട്ടത്തിൽ എറണാകുളം, തൃശ്ശൂർ, കോഴിക്കോട് ജില്ലകളിലാണ് ഇത് നടപ്പിലാക്കുന്നത്. പ്രാരംഭഘട്ട പ്രവർത്തനങ്ങൾക്കായി 10 കോടി രൂപ വകയിരുത്തുന്നു. സാർ, വിവിധ ഫെലോഷിപ്പുകൾ ഒക്കെ ഉൾപ്പെടുത്തുന്നതിനകത്ത് സർവകലാശാലയിലും ഉന്നത വിദ്യാഭ്യാസത്തിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള മുഴുവൻ സമയ PhD ഗവേഷകർക്ക് മറ്റ് ഫെലോഷിപ്പുകൾ കിട്ടാത്തവർക്ക് പ്രതിമാസം 15,000 രൂപ നിരക്കിൽ ഫെലോഷിപ്പ് നൽകും. ഇതൊരു പുതിയ പദ്ധതിയാണ്. ഇത് ഗവേഷണ മേഖലയെ പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള വലിയ പദ്ധതിയാണ്. ഇതിന്റെ ഭാഗമായിട്ട് സ്കോളർഷിപ്പ് ഫെലോഷിപ്പ് പദ്ധതിക്കായിട്ട് 38.76 കോടി രൂപ വകയിരുത്തുന്നു. സാങ്കേതിക വിദ്യാഭ്യാസവും ഗവേഷണവും 295 കോടി ഈ മേഖലയ്ക്കായി മാറ്റിവെക്കുന്നു. IHRDക്കായി 40 കോടിയും ട്രസ്റ്റ് പാർക്കിനായി 4 കോടിയും LBSന് 9.58 കോടി രൂപയും സർക്കാർ പോളിടെക്നിക്കുകൾക്ക് 49 കോടി രൂപയും ടെക്നിക്കൽ ഹൈസ്കൂളുകൾക്ക് 11.5 കോടി രൂപയും മാറ്റിവെക്കുന്നു. സാർ,
ഉന്നത വിദ്യാഭ്യാസ പരിഷ്കരണ റിപ്പോർട്ടുകൾ നടപ്പിലാക്കുന്നതിന്റെ ഭാഗമായി 10 മികവിന്റെ കേന്ദ്രങ്ങൾ വിഭാവനം ചെയ്തിട്ടുണ്ട്, സെന്റേഴ്സ് ഓഫ് എക്സലൻസ്. ഇവയിൽ 5 സംസ്ഥാനത്ത് പ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞു. പ്രസ്തുത പ്രവർത്തനങ്ങൾക്കായി 12 കോടി വകയിരുത്തുന്നു. സർവകലാശാലയിലെ അക്കാഡമിക് പ്രവർത്തനങ്ങൾ മികവുറ്റതാക്കാനുള്ള ഡിജിറ്റൽ മാനേജ്മെന്റ് സംവിധാനം എല്ലാ സർവകലാശാലയിലും വ്യാപിപ്പിക്കുന്നതിനായി 2 കോടി രൂപ കെയർഇപ്പ് എന്ന പദ്ധതിക്കായിട്ട് വകയിരുത്തുന്നു. സർ, ശാസ്ത്രം കൂടുതൽ ജനകീയമാക്കുന്നതിന്റെ ഭാഗമായിട്ടുള്ള വിവിധ പ്രവർത്തനങ്ങൾക്കായിട്ട് 30.70 കോടി രൂപ വകയിരുത്തുന്നു. ഞാൻ ആ സ്ഥലങ്ങളെല്ലാം വായിക്കുന്നില്ല. സർക്കാർ നിയമപഠന കോളേജുകൾക്ക് പ്രവർത്തനങ്ങൾക്കായി 16.7 കോടി രൂപ മാറ്റിവെക്കുന്നു. കേരള സ്റ്റേറ്റ് ഹയർ എഡ്യൂക്കേഷൻ കൗൺസിലിന് 22 കോടി രൂപ മാറ്റിവെക്കുന്നു. അസാപ്പിന് 35.3 കോടി രൂപ മാറ്റിവെക്കുന്നു. KR നാരായണൻ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വിഷ്വൽ സയൻസ് ആൻഡ് ആർട്സിന്റെ പ്രവർത്തനങ്ങൾക്ക് 11.5 കോടി രൂപ മാറ്റിവെക്കുന്നു. PG സംസ്കൃതി കേന്ദ്രത്തിന് 2 കോടി രൂപ വകയിരുത്തുന്നു. കോളേജ് വിദ്യാഭ്യാസ വകുപ്പിന് കീഴിലുള്ള കോളേജുകളുടെ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്ന മറ്റ് ഭൗതിക മാനവ വികസന പരിപാടികൾക്ക് പദ്ധതിയായിട്ട് 104 കോടി രൂപ വകയിരുത്തുന്നു. സർ, കലയും സംസ്കാരവും. സാംസ്കാരിക കാര്യ വകുപ്പിന് കീഴിലുള്ള വിവിധ സ്ഥാപനങ്ങൾ കേരളത്തിന്റെ കലയും സാംസ്കാരിക പൈതൃകവും വളർത്തുന്നതിനും സംരക്ഷിക്കുന്നതിനും ശ്രദ്ധേയമായ സംഭാവനകളാണ് നൽകിയിട്ടുള്ളത്. കലാ സാംസ്കാരിക മേഖലയ്ക്കുള്ള ബജറ്റ് വിഹിതത്തിൽ 30% വർധനവ് വരുത്തുന്നു. ഡയമണ്ട് ജൂബിലി ഫെലോഷിപ്പ് പദ്ധതി വിജയകരമായി മുന്നോട്ട് പോകുന്നതിനായി 13 കോടി രൂപ വകയിരുത്തുന്നു. സാംസ്കാരിക കേരളം സ്മൃതി മന്ദിരം. സർ, കേരളത്തിന്റെ വൈവിധ്യമാർന്ന സാംസ്കാരിക മേഖലകളിൽ സമാനതകളില്ലാത്ത സംഭാവനകൾ നൽകി അന്തരിച്ച പ്രശസ്ത കലാകാരന്മാരുടെ സ്മരണയ്ക്കായി അത്യാധുനിക സ്മാരക മ്യൂസിയമായും സാംസ്കാരിക സ്മൃതി മന്ദിരം സ്ഥാപിക്കും. വെറും സ്മാരകത്തിനപ്പുറം കേരളത്തിന്റെ കലാപരമായ പൈതൃകം വരും തലമുറകൾക്കായി സംരക്ഷിക്കുകയും വ്യാഖ്യാനിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുന്ന സജീവമായ ഒരു സാംസ്കാരിക ആയിട്ടായിരിക്കും ഈ മ്യൂസിയം പ്രവർത്തിക്കുക. ഈ സ്ഥാപനത്തിന്റെ പ്രാരംഭ പ്രവർത്തനങ്ങൾക്കായിട്ട് 5 കോടി രൂപ വകയിരുത്തുന്നു. പെരളശ്ശേരി സാംസ്കാരിക ഇടനാഴി. സാർ, തിരുവനന്തപുരത്തെ മാനവീയ മാതൃകയിൽ പെരളശ്ശേരിയിൽ ഒരു സ്ഥിരം ജീവിത സാംസ്കാരിക ഇടനാഴി സ്ഥാപിക്കും. തെയ്യം മുതൽ ഫോക്ലോർ കലാരൂപങ്ങൾ എന്നിവയ്ക്കുള്ള ഓപ്പൺ എയർ സ്റ്റേജ്, കുടുംബശ്രീ ഉൽപ്പന്നങ്ങൾക്കുള്ള മാർക്കറ്റുകൾ, ലിറ്റററി കോർണർ എന്നിവയുണ്ടാവും. ഇതിന്റെ പ്രാരംഭ പ്രവർത്തനങ്ങൾക്കായിട്ട് 2.5 കോടി രൂപ മാറ്റിവെക്കുന്നു. സർ, MD മെമ്മോറിയൽ സാംസ്കാരിക കേന്ദ്രം. MD മെമ്മോറിയൽ സാംസ്കാരിക കേന്ദ്രത്തിന്റെ പ്രവർത്തനങ്ങൾ നടന്നു വരികയാണ്. MDയുടെ മലയാള ഭാഷയുടെ ചരിത്രത്തിലും സംസ്കാരത്തിലും കേന്ദ്രീകരിക്കുകയും MD വാസുദേവൻ നായരുടെ സാഹിത്യ സംഭാവനകളിലേക്കും പ്രവർത്തനങ്ങളിലേക്കും വെളിച്ചം വീശുകയും ചെയ്യുന്നതായിരിക്കും ഈ പദ്ധതി. ആദ്യഘട്ടം നടപ്പിലാക്കുന്നതിന് വേണ്ടി നേരത്തെ വെച്ച പണം കൂടാതെ 1.5 കോടി രൂപ കൂടി ഈ വർഷം വകയിരുത്തുന്നു. സാർ, സൗത്ത് സോൺ കൾച്ചറൽ സെന്റർ പിണറായി ഒരു ബഹുമുഖ സാംസ്കാരിക കേന്ദ്രമായിട്ടാണ് സൗത്ത് കോൺ കൾച്ചറൽ സെന്റർ വിഭാവനം ചെയ്തിരിക്കുന്നത്. പ്രാദേശികമായ കലകളെയും കരകൗശല വിദ്യകളെയും പ്രോത്സാഹിപ്പിക്കുന്നതിനൊപ്പം കലാപ്രകടനങ്ങൾക്കും പരിശീലനങ്ങൾക്കും ശില്പശാലകൾക്കും കലാകാരന്മാർ തമ്മിലുള്ള സംവാദങ്ങൾക്കുമായി പ്രത്യേക ഇടങ്ങൾ ഒരുക്കി സാംസ്കാരിക വിനിമയം സുഗമമാക്കുകയാണ് ഈ കേന്ദ്രം ലക്ഷ്യമിടുന്നത്. ഈ പദ്ധതിക്കായിട്ട് 1 കോടി രൂപ വകയിരുത്തുന്നു. ജില്ലാതല പുരാവസ്തു പൈതൃക മ്യൂസിയം പദ്ധതിക്കായിട്ട് 5 കോടി രൂപ വകയിരുത്തുന്നു. കേരള സംസ്ഥാന പുരാരേഖ വകുപ്പിന്റെ പ്രവർത്തനങ്ങൾക്ക് 10 കോടി രൂപ വകയിരുത്തുന്നു. AKG മ്യൂസിയത്തിൽ പ്രദർശന വസ്തുക്കൾ ഒരുക്കുന്നതിനും ലാൻഡ്സ്കേപ്പിങ്ങിനും വാർഷിക പരിപാലനത്തിനായി 4.5 കോടി രൂപ വകയിരുത്തുന്നു. കണ്ണൂരിലെ തളിപ്പറമ്പിൽ മൃഗശാല സഫാരി പാർക്ക് സ്ഥാപിക്കുന്നതിനായി 2026-27 സാമ്പത്തിക വർഷം 4 കോടി രൂപ കൂടി വകയിരുത്തുന്നു. കൊല്ലത്തെ ഹിസ്റ്ററി ആൻഡ് മാരിടൈം മ്യൂസിയത്തിന് 3 കോടി രൂപ വകയിരുത്തുന്നു. അയ്യങ്കാളി പഠന കേന്ദ്രത്തിന് 1.5 കോടി രൂപ വകയിരുത്തുന്നു. കേരള സംസ്ഥാന ചലച്ചിത്ര വികസന കോർപ്പറേഷന്റെ വിവിധ പ്രവർത്തനങ്ങൾക്കായി 24 കോടി രൂപ വകയിരുത്തുന്നു. വനിതാ സംവിധായകർക്ക് ഫീച്ചർ ഫിലിമുകളുടെ നിർമ്മാണത്തിന് സഹായം നൽകുന്നതിന് 7 കോടി രൂപ വിഹിതം 7 കോടി രൂപയായിട്ട് വർദ്ധിപ്പിക്കുന്നു. കേരള സംഗീത നാടക അക്കാദമിക്ക് 13 കോടി രൂപ. സർ, ഇസ്ലാമിക പണ്ഡിതനും സാമൂഹിക പരിഷ്കർത്താവുമായിരുന്ന ഷൈഖ് സൈനുദ്ദീൻ മക്കൂം രണ്ടാമന്റെ പേരിൽ ഒരു ചരിത്ര ഗവേഷണത്തിനായിട്ടുള്ള സെന്റർ പൊന്നാനിയിൽ സ്ഥാപിക്കുന്നതിനായിട്ട് 3 കോടി രൂപ വകയിരുത്തുന്നു. കേരള ലളിതകലാ അക്കാദമിക്ക് 7.5 കോടി രൂപ. കേരള നടൻ കലാ അക്കാദമിക്ക് 5 കോടി രൂപ. ചലച്ചിത്ര അക്കാദമിക്ക് 16 കോടി രൂപ. കലാമണ്ഡലത്തിന്റെ പ്രവർത്തനങ്ങൾ 27.5 കോടി രൂപ. ഇങ്ങനെ വകയിരുത്തുന്നു. സർ, ഉത്കൃഷ്ടമായ